നോൻപിൽ 44-ാം ദിവസം കൂറ എന്ന വിഷയത്തെ അധികരിച്ച് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നാം ധ്യാനിക്കുന്നത്. അറിയാനും അളക്കാനും കൊടുക്കാനും ചോദ്യങ്ങൾ ചോദിക്കാം. ഇവിടെ ഉദ്ദേശ്യമാണ് പ്രശ്നം. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ? പുനരുദ്ധാനത്തിൽ ആരെ വിവാഹം കഴിക്കും? തുടങ്ങിയ ചോദ്യങ്ങൾ അത്ര നിരുപദ്രവകരമല്ല. ന്യായപ്രമാണത്തെ ആക്ഷരികമായി കണ്ടവരും പുനരുദ്ധാനത്തിലും മാലാഖമാരിലും പിശാചുക്കളിലും വിശ്വാസമില്ലാത്ത സാധുക്യരും വിജാതീയരായ പ്രമുഖന്മാർക്ക് നികുതി കൊടുക്കേണ്ടതില്ലെന്ന് വാദിക്കുന്ന എരിവുകാരും സ്വത്തിന്റെ സാമൂഹ്യ ഉടമസ്ഥതയിൽ വിശ്വസിക്കുന്ന എസീൻസും നിയമങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ധാർമ്മികതയിലും ഊറ്റം കൊള്ളുന്ന പരീശരും എല്ലാം ചേർന്നതാണ് യഹൂദർ. ഉത്തരം പറഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ വ്രണപ്പെടണം എന്നതാണ് ചോദ്യത്തിന്റെ ലക്ഷ്യം. വ്യക്തി സാമൂഹ്യ ജീവിയാണെന്നും സമൂഹത്തിന്റെ മര്യാദകൾ നിയമങ്ങൾ പാലിക്കേണ്ടതാണെന്നും എന്നാൽ രാജ്യത്തിന്റെ നിയമങ്ങൾ ഏതൊരാളുടെയും മേലുള്ള ദൈവത്തിന്റെ കയ്യൊപ്പും സ്വരൂപവും അവകാശവും നിഷേധിക്കുന്നില്ല എന്നാണ് കർത്താവ് പറയുന്നത്. ആത്മീയത സാമൂഹ്യ ജീവിതത്തിനും അതിൻ്റെ മര്യാദകൾക്കും വിരുദ്ധമല്ല, മറിച്ചും, അതായത് ദേശത്തോടും നിയമങ്ങളോടും വിശ്വസ്തതയും കൂറും ഉണ്ടെന്നത് സൃഷ്ടാവായ ദൈവത്തോടുള്ള സ്നേഹത്തിനും വിശ്വസ്തതയ്ക്കും കൂറിനും എതിരല്ല. അധികാര കേന്ദ്രങ്ങൾ എത്ര ശക്തമായിരുന്നാലും അനീതി ഘട്ടങ്ങളിൽ വിമർശിക്കുന്നതിൽ കർത്താവ് പിന്നോക്കം പോയിരുന്നില്ല. എന്നാൽ സ്വരൂപവും മേലെഴുത്തുമുള്ളവന് പൊതുവിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും അനുസരിച്ച് നികുതി നൽകുന്നതിൽ അപാകത എന്ത് എന്നാണ് കർത്താവിൻ്റെ ചോദ്യം. 1975 ജൂൺ 25 ഇന്ത്യയിൽ അന്നത്തെ പ്രധാനമന്ത്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അത് ജനങ്ങളുടെ സാധാരണ ജീവിതത്തെ വല്ലാതെ ഉലയ്ക്കുമെന്ന് തിരിച്ചറിഞ്ഞ അഭിമന്യ ഡോക്ടർ യൂഹാനോൻ മാർത്തോമ മെത്രാപ്പോലിത്ത പ്രതികരിച്ചിരുന്നു. എന്നാൽ സാമൂഹ്യ നീതിക്കും കീഴ്വഴക്കങ്ങൾക്കും വിരുദ്ധമായതിനാലാണ് ആ ഇടപെടൽ ഉണ്ടായത്. ആത്മീയ നേതൃത്വത്തിൽ ഇരിക്കുന്നയാൾ എന്ന നിലയിൽ അങ്ങനെ പ്രതികരിക്കുന്നതിൽ അസ്വാഭാവികതയൊന്നും തിരുമേനി കണ്ടില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സാമൂഹ്യ ജീവിതത്തിൽ ന്യായമായ മര്യാദകൾ പാലിക്കുമ്പോഴും ഉടയവന്റെ കയ്യൊപ്പ് പേറുന്നവരാണ് ഞങ്ങൾ എന്ന ബോധ്യത്തിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.